എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും. ഇവർ വിവാഹിതരായാൽ സീരിയൽ പ്രൊമോയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ അജയുടെ ഏറ്റവും പ്രിയങ്കരിയായ നയനയുടെ ഫോട്ടോ റൂമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അജയ് വന്ന് നോക്കുമ്പോൾ നയനയുടെ ആ ഫോട്ടോ കാണാനില്ല. അജയോടൻ ചോദിക്കും, ഇവിടെ വെച്ചിരുന്ന ആ ഫോട്ടോ എവിടെയാണെന്ന്. അതേസമയം നമ്മുടെ അഞ്ജന പറയുവാണ്, ആ ഫോട്ടോ ഇരിക്കേണ്ടിടത്ത് തന്നെ ഞാൻ വെച്ചിട്ടുണ്ടെന്ന്. അത് കേട്ട് അജയ് ദേഷ്യത്തോടെ ചോദിച്ചപ്പോ അവളൊരു വേസ്റ്റ് ബോക്സിലാക്കി ആ ഫോട്ടോ. അപ്പൊ ഇത് കണ്ടതും അജയ്ക്കാണെങ്കിൽ ദേഷ്യവും തോന്നി. എന്ന് വെച്ചാൽ അത്രയ്ക്ക് താൻ ഇഷ്ടപ്പെടുന്ന വേസ്റ്റ് ബോക്സിൽ ഇട്ടപ്പോ അജയ്ക്ക് അത് വല്ലാത്തൊരു വിഷമം തന്നെ തോന്നി. അതേസമയം തന്നെ ഇതിവിടെ തന്നെ കിടക്കണം എന്ന് തന്നെ പറയുന്നുണ്ട്. ഇതും കൂടെ കേട്ടപ്പോൾ അഞ്ജനക്കിട്ട് ഒരു അടിയൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ അജയ്. അഞ്ജന നമ്മുടെ അജയുമായിട്ട് വഴക്കായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഭവാനിയും അഞ്ജനക്കിട്ട് അങ്ങനെ കരഞ്ഞും കൊണ്ട് അഞ്ജനയെ വിളിച്ചിട്ട്, ഇത് കണ്ടിട്ട് ഈ വിഷമമെല്ലാം നമ്മുടെ സൗഭാഗ്യമ്മ ഉടൻ തന്നെ ഒരു തീരുമാനം എടുക്കുവാണ്. ഞാൻ ഈ അഞ്ജനയുടെയും അജയുടെയും വിവാഹം ഞാൻ ഉടൻ തന്നെ നടത്തിയിരിക്കും. ഇനി കാണിക്കും നമ്മുടെ ഭൂമിജയും വക്കീലും കൂടെ സംസാരിക്കുന്നതാണ്. ഭൂമിജ വക്കീലിനെ കാണാൻ എത്തുന്നുണ്ട്. അതേസമയം തന്നെ വക്കീൽ പറയുവാണ്, ഇത് വ്യത്യസ്തമായൊരു കേസാണ്, ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അന്വേഷിക്കുകയും വേണം. അതുമാത്രമല്ല, വാദിസ്ഥാനത്ത് നിൽക്കേണ്ട ആള് പ്രതിസ്ഥാനത്തുമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള അന്വേഷണം ഈ കേസിന് വേണമെന്ന് നമ്മുടെ ഭൂമിജയോട് വക്കീൽ പറയുവാണ്. ഭൂമിജയാണെങ്കിൽ അവളുടെ അമ്മ ജയിലിൽ കിടക്കുന്ന ആ വിഷമത്തിൽ ആലോചിച്ച് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ, ഈ കേസ് എങ്ങനെയെങ്കിലും തെളിയിക്കണം എന്നൊരു വാശിയോട് കൂടി തന്നെ നമ്മുടെ ഭൂമിജ പല അന്വേഷണങ്ങളായിട്ട് നടത്തുന്നുണ്ട്. അതുമാത്രമല്ല, ഭവാനി കമാലിനെ വിളിച്ച് പറയുവാണ്, പറ്റുമെങ്കിൽ 2 കുഴി ഇന്ന് തന്നെ എടുത്തേക്കണം എന്ന് വെച്ചാൽ ഭൂമിജയെ കൊന്ന് അതിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭവാനിയുടെ പ്ലാൻ. അതുമാത്രമല്ല, നമ്മുടെ ഭൂമിജ ഈ രഹസ്യം കണ്ടെത്താൻ തന്നെ പുറപ്പെടുന്നുണ്ട്. അതേസമയം തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിൽ നമ്മുടെ ഭവാനിയും 2 ഗുണ്ടകളും അവിടെ നിന്ന് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ ഭൂമിജ അവിടേക്ക് തന്നെ എത്തുന്നുണ്ട്. ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയാണ്. ഇതിലുള്ള പ്രധാന പ്രതികൾ ആരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഉള്ള തത്രപ്പാടിലാണ് നമ്മുടെ ഭൂമിജ. അവസാനം നമ്മുടെ ഭൂമിജ അത് കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോ വിശേഷമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.